Hello everyone, this is the part 2 of the revision class for engineering mechanics. Part 1 we parallelogram, law of forces, and Lami's theorem applications. So this video, part 2, will be covering two types, type 3 and type 4. First one is resultant of force system. Second one, equilibrium conditions and applications. Let's move on to video. Okay, let's move now towards third case. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം. ഒരു ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിസൾട്ടന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. സോ റിസൾട്ടന്റിന്റെ പ്രോബ്ലം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, മാഗ്നറ്റിക് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പോലെ. അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കോസ് ചെയ്യുന്ന ആംഗിൾ. ഇത്രയും ഫോഴ്സ് സിസ്റ്റം, ഈ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫോഴ്സ് സിസ്റ്റത്തിന്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനാണ്. സോ ഇത്രയും ഫോഴ്സ് സിസ്റ്റം നിങ്ങൾക്ക് മാറ്റി ഒരൊറ്റ ഫോഴ്സ് ആയിട്ട് ആറായിട്ട് വരയ്ക്കുന്നതിനെയാണ് റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് റിസൾട്ടന്റ് വിൽ ബി അറ്റ് ആൻ ഇൻക്ലിനേഷൻ. ഓക്കെ, ആ ഇൻക്ലിനേഷൻ ലെറ്റ് ഇറ്റ് ബി തീറ്റ ഓർ സംതിങ് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഇൻക്ലിനേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ച റിസൾട്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ റിംഗ് ആസ് ഷോൺ. നമുക്കിവിടെ പല ഫോഴ്സസ് തന്നിട്ടുണ്ട്. നമ്മൾക്കിതിന്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഫസ്റ്റ് കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒബ്ജക്റ്റീവ് 1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, റിക്വയർമെന്റ് എന്താണ് എന്ന് അനലൈസ് ചെയ്യുക. നമുക്കിവിടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആറിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ്. So let the direction angle be theta. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറും തീറ്റയുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ്, നമുക്ക് നോൺ ഒബ്ജക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡിങ് അവർ നോൺ വേരിയബിൾസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ നോൺ വേരിയബിൾസ്? ഒരു സെറ്റ് ഓഫ് ഫോഴ്സസ് അറ്റ് ഡിഫറെന്റ് ആംഗിൾ, അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ഫോഴ്സും ഇൻ ബിറ്റ്വീൻ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു സെറ്റ് ഓഫ് ഫോഴ്സ്, അതാണ് നമുക്ക് ഒരു ഫോഴ്സ് സിസ്റ്റം. അതാണ് നമ്മുടെ ഇതിനകത്ത് നോൺ തിങ്. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആപ്ലിക്കേഷൻ ഓഫ് നോൺ തിയറീസ് ആപ്ലിക്കേഷൻ. അതിവിടെ കൊണ്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കാം. സോ നമുക്ക് നോൺ തിയറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആറിന്റെ മാഗ്നിറ്റ്യൂഡിന് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. അതായത് ഇതിന്റെ എല്ലാത്തിന്റെയും ഹൊറിസോണ്ടൽ കമ്പോണൻസ്, അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. അതിന്റെ ആൽജിബ്രൈക് സം, റൈറ്റിലോട്ട് പോകുന്ന കമ്പോണന്റ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് പോകുന്ന കമ്പോണന്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ എടുത്തിട്ട് കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. അതിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ, ഇതിന്റെ എല്ലാം വെർട്ടിക്കൽ കമ്പോണൻസിന്റെ ആൽജിബ്രൈക് സം. ടോപ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, ബോട്ടത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. അങ്ങനെ എടുക്കുന്നതാണ് സിഗ്മ എഫ് വൈ. സിഗ്മ എഫ് വൈ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് എക്സ് സ്ക്വയറിന്റെ റൂട്ടാണ് നമുക്ക് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നൊരു ഇക്വേഷൻ നമുക്ക് നോൺ ആയിട്ടുണ്ട്. ദെൻ നമുക്ക് തീറ്റ വെച്ചിട്ട് ഒരു എക്സ്പ്രഷൻ നമുക്കുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു, അതായത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡ് സിഗ്മ എഫ് വൈ ബൈ മോഡ് സിഗ്മ എഫ് എക്സ് എന്നൊരു റിലേഷനൂടെ നമുക്ക് നോൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഇനിയും നമ്മുടെ സിഗ്മ എഫ് എക്സിന്റെ സിഗ്മ എഫ് വൈയുടെയും ഡയറക്ഷൻസ് വെച്ചിട്ട്, സിഗ്മ എഫ് എക്സിന്റെ സിഗ്മ എഫ് വൈയുടെയും ഡയറക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ക്വാഡ്രൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന തിയറികളുണ്ട്. സിഗ്മ എഫ് എക്സ് എന്താണ്, സിഗ്മ എഫ് വൈ എന്താണ് എന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അതിനുവേണ്ടി ആദ്യം അത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടിന്റെ എടുക്കാം. കോസ് ചെയ്യുന്ന ആംഗിൾ, ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രോബ്ലത്തിൽ. സോ ഇഫ് യു ആർ ഹാവിങ് എ സിസ്റ്റം, ഞാൻ ആ സിസ്റ്റം ഒന്നുകൂടെ റീഡ്രോ ചെയ്യാം. യു ആർ ഹാവിങ് 2 3 4 5 forces. This angle is 70. This is 40.
This is 50. ഇവിടെ ഒരു 20, ഇവിടെ ഒരു 20 ഉണ്ടായിരുന്ന ഹൊറിസോണ്ടലുമായിട്ട് ഇവിടെ ഒരു 40 ഉണ്ടായിരുന്ന ഹൊറിസോണ്ടലുമായിട്ട്. I'm also doing it like that. This is 20. This is 40. ഇതിന്റെ ഓരോന്നിന്റെ മാഗ്നിറ്റ്യൂഡ് ദിസ് ഈസ് 20 കിലോന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് 25 കിലോന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് 70 കിലോന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് 30 കിലോന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് 40 കിലോന്യൂട്ടൺ. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും, സോറി, എൻ്റെ പ്രോബ്ലം ചെയ്യാനുള്ള സ്റ്റെപ്പ് പാർട്ട് 3യുടെ എക്സ്റ്റൻഷൻ എന്ന് പറയാം സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് നീങ്ങാം. ഫ്രം ദ ഗിവൺ ഫോഴ്സ് സിസ്റ്റം, ഫ്രം ദ ഗിവൺ ഫോഴ്സ് സിസ്റ്റം നമുക്കിതിനെ ഓരോന്നിനെ റിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതിനെ ഓരോന്നിനെയും റിസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാം. ഇപ്പം ഞാനിവിടെ നിങ്ങൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുവാണ്. സോ ഇഫ് യു ആർ ഹാവിങ് എ ഫോഴ്സ്, then അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാണും, അതിനൊരു വെർട്ടിക്കൽ കമ്പോണന്റ് കാണും. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഒരു 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, then ഒരു 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, then ഒരു 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, then ഒരു 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്, then ഒരു 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. സോ ഇതിനെയെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ കമ്പോണൻസ് കണ്ടുപിടിക്കണം. ഇഫ് നിങ്ങളുടെ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് so if this is your x axis and y axis, നമുക്ക് ഓരോന്നിന്റെയും കമ്പോണൻസ് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി ഓരോ ഫോഴ്സിന്റെയും കമ്പോണൻസ് ഡെവലപ്പ് ചെയ്ത് നോക്കാം. 20 എന്ന് പറയുന്നത് ടുവേർഡ്സ് ഹൊറിസോണ്ടൽ ആണ്. ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് കൂടെ തന്നെ പാസ് ചെയ്ത് പോകുന്നതാണ്, 0 ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി 20 കിലോ ന്യൂട്ടൺ ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി 0. അതായത് അത് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആയിരുന്നു. ദെൻ 25 ഹൊറിസോണ്ടലുമായിട്ട് 70 ആണ് ഉണ്ടാക്കുന്ന ആംഗിൾ. ഹൊറിസോണ്ടലുമായിട്ട് 70 ഉണ്ടാക്കുന്നെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി 25 cos 70. അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി 25 sin 70. നെക്സ്റ്റ് നിങ്ങൾക്കുള്ളത് 70 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. 70 കിലോമീറ്റർ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 20 + 50 70 ആണ് അതുണ്ടാക്കുന്ന ആംഗിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 70യുടെ കമ്പോണന്റ്, അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെയൊക്കെ സൈനോട് നോക്കി പോവാം. ഇത് ടുവേർഡ്സ് റൈറ്റ് ആയത് കാരണം 20യുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് സൈൻ വിൽ ബി പോസിറ്റീവ്. സൈൻ്റെ ആവശ്യമില്ല. 25 കിലോ ന്യൂട്ടന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി ടുവേർഡ്സ് ദിസ് സൈഡ്, അത് കാരണം അത് പോസിറ്റീവ്. വെർട്ടിക്കൽ കമ്പോണന്റ് വിൽ ബി ടുവേർഡ്സ് ദിസ് സൈഡ്, സോ ദാറ്റ് ഓൾസോ വിൽ ബി പോസിറ്റീവ്. സോ റൈറ്റും ടോപ്പും ആയതുകൊണ്ട് ദേ ആർ ഓൾസോ പോസിറ്റീവ്. 70യുടെ നോക്കുമ്പോൾ 70യുടെ ഹൊറിസോണ്ടലുമായിട്ട് 70 ഉണ്ടാക്കുന്ന ആംഗിൾ ഈസ് 20 + 50 70. അത് കാരണം ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി 70 cos 70. Vertical component will be
70 sine 70. ഇതിന്റെ horizontal components towards ഈ axis ആണ് negative x-axis. So this will be negative. ഇതിന്റെ vertical is towards up തന്നെ. This will be also positive. Vertical component of 70 is also positive. Okay, then 20 എന്ന് പറഞ്ഞ ഈ ഫോഴ്സ് 20 എന്ന് പറഞ്ഞ ഈ ഫോഴ്സിന്റെ horizontal making angle is 20. So in the horizontal component will be 20 cos 20. Towards left ആണ് ഇതിന്റെ horizontal component മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ, because it is going towards here. അതിന്റെ സൈൻ അപ്പം നെഗറ്റീവ് ആയിരിക്കും. Then 20യുടെ ഈ 30 this is 30, sorry, this is 30. Okay, so ഈ 30 എന്ന് പറഞ്ഞ ഈ ഫോഴ്സിന് ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് കാണും going upwards. So it is 30 sin 20, which is having a positive sign. Similarly 40 consider ചെയ്യുവാണെങ്കിൽ 40 horizontal ആയിട്ട് ഉണ്ടാക്കുന്ന angle is 40. So you will get other negative x-axis ആയിരിക്കും അതിന്റെ horizontal component. Vertical component will be negative y-axis. അതുകൊണ്ട് രണ്ട് ടേം നെഗറ്റീവ് ആയിരിക്കും. So you will get minus 40 cos 40 then minus 40 sin 40. ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ കമ്പോണൻസ് നമ്മൾ എടുക്കുന്നത്. So once we got the components, നമുക്ക് sigma fx ഉം sigma fy ഉം കണ്ടുപിടിക്കാം. So we know sigma fx from the given force system. We know sigma fx is equal to ഇതിന്റെ എല്ലാം സം, ഹൊറിസോണ്ടലിന്റെ മൊത്തം സം. So that will be 20 plus 25 cos 70 minus 70 cos 70 minus 30 cos 20 minus 40 cos 40. You will get that as minus 54.22 kilonewton, or നിങ്ങൾക്ക് പറയാം 54.22 kilonewton towards right, sorry, left. So this is your sigma fx. ഇതിന്റെ എല്ലാം algebraic sum. Similarly, if you are doing sigma fy, so sigma fy will be equal to 0 plus 25 sin 70 plus 7770 plus 30 sin 20 minus 40 sin 40. If you are adding all that up, you will get it as 73.82 kilometer. അല്ലെങ്കിൽ 73.82 towards top. Once you got sigma fx and sigma fy, we know r is equal to root of sigma fx square plus sigma fy square. Sigma fx നമുക്കറിയാം 54 minus 54.22, sigma fy നമുക്കറിയാം 73.82. So നമുക്ക് ഇതെല്ലാം ഈ mathematical expression എത്തിടാം, and so we will get r as 91.59 kilonewton. നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും. So once നിങ്ങൾ r ന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ടു ഫൈൻഡ് തീറ്റ. ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ sigma fx എന്ന് പറയുന്നത് towards left ആണ്, and the magnitude of sigma fx is equal to 73.82. sigma fy positive ആണ്, towards top ആണ്. So then that's magnitude is equal to, so the sigma fx is equal to
54.22. 54.22 towards left. Sigma Fy towards top, that is 73.82. Obviously, then the resultant will be acting in quadrant number 2. So theta in the horizontal angle. So right as sigma fx is positive, sorry, negative, sigma fx is negative, and sigma fy is positive, R will be in second quadrant. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പിന് ആംഗിൾ കണ്ടുപിടിക്കുന്നത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യും. Then let theta be the angle which R is making with horizontal. So let this be theta. Then we know tan theta is equal to number mod of sigma fy divided by mod of sigma fx, or sigma fy നമുക്കറിയാം എത്രയാണെന്ന് 73.82. You will get 73.82 divided by 54.22, which will give theta is equal to tan inverse theta theta is equal to 53.7 degree. So ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ആംഗിൾ 53.7 degree. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ റിസൾട്ടന്റിന്റെ ആംഗിൾ നിങ്ങൾ ഹൊറിസോണ്ടലുമായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ എഫക്റ്റീവ് ആംഗിൾ, ഫുൾ ആംഗിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയാം ലെറ്റ് തീറ്റ ആർ ബി ദ ടോട്ടൽ ആംഗിൾ ഓർ എഫക്റ്റീവ് ആംഗിൾ. Total angle. Therefore, in this case, theta r is equal to the second quadrant and 180 minus theta. 180 minus theta, because full angle we know as total angle എന്ന് പറയുന്നത് ഈ total angle എന്ന് പറയുന്നത് 180 ആണ്. 180 ഇത് കുറച്ചാൽ കിട്ടുന്നതാണ് ഇത്രയുമുള്ള ആംഗിൾ. So we will be writing 180 minus theta, or theta r is equal to 126.3 degree. നമുക്കപ്പം ആറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഡയറക്ഷൻ കിട്ടി in all respects. So this is the strategy we need to adopt for resultant case. അതായത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും കണ്ടുപിടിക്കുക. ദെൻ ആ സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ അപ്ലൈ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ദെൻ ആംഗിൾ കണ്ടുപിടിക്കുക. അതിന് നമുക്കറിയാം ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സിഗ്മ എഫ് എക്സിന്റെ എഫ് ഐയുടെയും സൈൻ നോക്കിയിട്ട് ഏത് ക്വാഡ്രന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. വൺസ് യു നോ ദ ക്വാഡ്രന്റ്, ദെൻ നിങ്ങൾക്കറിയാം ആ ക്വാഡ്രന്റിൽ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, ലെറ്റ് ദാറ്റ് ബി തീറ്റ. Then once you know the theta, you know tan theta is equal to mod of sigma fy by sigma fx, or then you theta and then identifying the quadrant, you can find theta r, full angle or resultant angle or effective angle or total angle, whatever it is. And theta r and name കൊടുക്കുക. Then നിങ്ങൾക്കത് പോസിറ്റീവ് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് നിന്ന് അത് എത്രയും ദൂരത്താണെന്ന് കണ്ടുപിടിക്കുക. Finish. So that's your resultant problems. Next, equilibrium conditions problem on next problem. So consider one equilibrium condition problem. A roller of radius 300 meter and weight 1000 Newton is to be pulled over a rectangular block of height 150 mm as shown in figure. Determine the horizontal force required to be applied through the center row and the required horizontal force when it is applied through the top of the vertical diameter. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് റൈറ്റ് അപ്പ് ഉള്ള ക്വസ്റ്റ്യൻ കാണുവാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ട, സിമ്പിൾ ആയിരിക്കും. അത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും. ഫണ്ട്സ് നമുക്ക് റോളർ ഓഫ് റേഡിയസ് 300 മീറ്റർ, റോളറിന്റെ ഡയമെൻഷൻ വന്നിരിക്കുന്നു, ആൻഡ് വെയിറ്റ് 1000 ന്യൂട്ടൺ, അതിന്റെ മാസ് വന്നിരിക്കുന്നു.
is to be pulled over a rectangular block of height 150 meter. ഒരു rectangular block വന്നിട്ട് അതിനെ pull ചെയ്യണം. Determine the horizontal force required to be pulled. അതൊന്ന് ജസ്റ്റ് ലിഫ്റ്റ് ആകുമ്പോഴുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ ഫോഴ്സ് രണ്ട് കണ്ടീഷൻ പറഞ്ഞു. വൺ എന്ന് പറയുന്നത് ത്രൂ ദ സെന്റർ റോ വെച്ചിട്ട് വലിക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനൊരു കണ്ടീഷനിൽ വലിക്കുവാണെന്നുണ്ടെങ്കിൽ, ഹൊറിസോണ്ടലി വലിക്കുവാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ചോദിച്ചിരിക്കുന്ന വാക്കുകളെല്ലാം പ്രത്യേകം. ഹൊറിസോണ്ടൽ ഫോഴ്സ് റിക്വയർഡ് ടു അപ്ലൈ ടു ദ സെന്റർ, അങ്ങനത്തെ ഒരു പി. രണ്ടാമത്തേത് the required horizontal force when it is applied through the top end vertical diameter. Vertical diameter in the top end അതിൽ കൂടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വഴി ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സ്. ഇത് രണ്ടുമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. രണ്ട് കേസ്, ഒന്ന് സെന്ററിൽ നിന്ന് ഹൊറിസോണ്ടലി വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, രണ്ട് വെർട്ടിക്കൽ ഡയമീറ്ററിന്റെ ടോപ്പ് എൻഡിൽ നിന്ന് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്. So let's solve this problem. അതിന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് വൺ വി ഹാവ് ടു ഐഡന്റിഫൈ അവർ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പി ഇൻ കേസ് 1, പി ഇൻ കേസ് 2. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് റിക്വയർമെന്റ്. അതിനുവേണ്ടി നമുക്ക് നോൺ അവൈലബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് സിസ്റ്റം ആൻഡ് റോളർ. അതായത് ഇതിന്റെ ഡയമെൻഷൻസ് തന്നു, ഇതിന്റെ ഇത് തന്നു, ഇതിന്റെ റേഡിയസ് തന്നു, വെയിറ്റ് തന്നു, റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ ഹൈറ്റ് തന്നു. സോ എൻ്റെ സിസ്റ്റത്തിന്റെ ഡയമെൻഷനും റോളറിന്റെ വെയിറ്റ് നമുക്ക് തന്നു. ദെൻ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന തിയറീസ് വേണം. നമുക്കിതിന് ഏതൊക്കെ തിയറീസ് അപ്ലൈ ചെയ്യാം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ആദ്യം എത്തണം. ദെൻ നമ്മൾ സോൾവ് ചെയ്യണം. ഇനി അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടീഷൻസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതൊന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ഇതാണ്. ഡിറ്റർമിൻ ദ ഹൊറിസോണ്ടൽ റിക്വയർഡ് ടു ബി അപ്ലൈഡ് ടു ദ സെന്റർ. നമുക്ക് അതിനെ ഒന്ന് പുള്ള് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ നമുക്കത് ലിഫ്റ്റ് ചെയ്യാനുള്ള ഫോഴ്സുകളാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. സോ ആ ഫോഴ്സുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം സിഗ്മ എഫ് എക്സ് ഓർ സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന 0 ആയിരിക്കണം. സിഗ്മ എഫ് വൈ അല്ലെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തിയറി. അത് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് പി കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു കണ്ടീഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി ആ ബോഡിയിൽ വരുന്ന സകല ഫോഴ്സുകളും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. കേസ് 1 നമുക്ക് ബോഡി അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ബോഡിയുടെ സർഫസിലിരിക്കുന്നു. And then we are having a block here. Okay, this is our condition. First case, case 1. Case 1 P horizontal center in horizontal ആയിട്ടാണ് P മൂവ് ചെയ്യുന്നത്. So that's our first force. Our second force എന്ന് പറയുന്നത് ടച്ച് ചെയ്ത സർഫസിലെ റിയാക്ഷൻ. സോ ഇങ്ങനെ റിയാക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണും. ഓക്കെ, സോ ഫോർ സേക്ക് ഐ എം നെയിമിംഗ് ഇറ്റ് ആസ് ആർ ബി ഓർ ആർ എ എന്ന് പറഞ്ഞ പോയിന്റിലാണ് കോൺടാക്ട് ഫോഴ്സിനെ തന്നിരിക്കുന്നത്. കോൺടാക്ട് പോയിന്റിന് എ എന്ന് പറഞ്ഞിട്ടാണ് നെയിം ചെയ്തിരിക്കുന്നത്. സോ ഐ എം നെയിമിംഗ് ഇറ്റ് ആസ് ആർ എ. ദെൻ ഇതിന്റെ വെയിറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ടുവേർഡ്സ് ഡൗൺവേർഡ്സ്. വി നോ ഇറ്റ് ആസ് 1000. കണ്ടീഷൻ നമ്പർ 3. ഇത് 3 എണ്ണം നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് ബി എന്ന് പറഞ്ഞിടത്ത് ഒരു കോൺടാക്ട് സർഫസ് ഉണ്ട്. അവിടെ നമുക്കൊരു റിയാക്ഷൻ ഒരു പക്ഷേ വരാം. ബട്ട് ഈ കേസിൽ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റിന്റെ ടെക്നിക്കോ അതിൻ്റെയാണ്. ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബി എന്നുള്ള കോൺടാക്ട് പോയിന്റ് ഇല്ല. അതായത് നമുക്ക് അനലൈസ് ചെയ്യേണ്ട കണ്ടീഷനിൽ there is no surface touching between the roller and point B. കാരണം അത് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തെ ഫോഴ്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബി എന്ന പോയിന്റിലെ റിയാക്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് ഈ ഫോഴ്സ് മാത്രം നമ്മളെടുത്ത് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ we will be getting something like
ഒരു ഫോഴ്സ് പി, then ഒരു റിയാക്ഷൻ ആർ എ, then ഒരു വെയിറ്റ് ഡബ്ല്യു. ഇത്രയുമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ആംഗിൾസ് നോൺ ആണോ എന്നൊക്കെ നമ്മളോട് ചോദിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ആംഗിൾസ് നോൺ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ അതിൻ്റെ അകത്ത് നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ആപ്ലിക്കേഷൻസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടും ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 ആണ്. സോ ഈ ഹൈറ്റ് നമുക്ക് 115 തന്നിട്ടുണ്ട്. സോ റിമൈനിങ് ഡിസ്റ്റൻസും 150 തന്നെ ആയിരിക്കും. ദെൻ ഈ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് റേഡിയസ് തന്നെ ആയിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 300. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് കിട്ടും. വി വിൽ ഫൈൻഡ് ദിസ് ആംഗിൾ ആസ് 60 ഡിഗ്രി. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 60 ഡിഗ്രി. അങ്ങനെ ആംഗിൾ വൺസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഈ പ്രോബ്ലം കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. യു ഹാവ് ഓൺലി 3 ഫോഴ്സസ്. ഒരു സെൻട്രൽ പോയിന്റ് ആണ്, ഇവിടെ ഇക്വിലിബ്രിയം ആണ്. യു ക്യാൻ അപ്ലൈ ലാമിസ് തിയറം ഓൾസോ ഇഫ് യു വിഷ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ വെച്ച് ഞാൻ എക്സ്പ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ഫസ്റ്റ് കണ്ടീഷൻ. വി നോ as the system is in equilibrium, as the system is in equilibrium, we know sigma fx equal to 0. അതാണ് നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. sigma fx is equal to 0 and sigma fy equal to 0. ഇവിടെ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഫോഴ്സുകളുടെ കമ്പോണൻസ് സിഗ്മ എഫ് എക്സ് ആദ്യം എടുക്കണോ സിഗ്മ എഫ് ഐ ആദ്യം എടുക്കണോ എന്നുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നോൺ കണ്ടീഷൻസ് കൂടുതലുള്ള കണ്ടീഷൻ എടുത്ത് പോകുന്നതാണ് നല്ലത്. നോൺ സിസ്റ്റംസ് കൂടുതലുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആർ എ പി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആണ്. അത് സിഗ്മ എഫ് എക്സിൽ മാത്രമേ കയറി വരത്തുള്ളൂ, സിഗ്മ എഫ് ഐ കയറി വരില്ല. ഡബ്ല്യു കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ആണ്, സിഗ്മ എഫ് ഐയിൽ മാത്രമേ കയറി വരത്തുള്ളൂ, സിഗ്മ എഫ് എക്സിൽ കയറി വരത്തില്ല. ആർ എ എന്ന് പറയുന്ന റിയാക്ഷൻ അത് ഒരു ഇൻക്ലൈൻഡ് ആണ്. സോ ദാറ്റ് വിൽ ബി ഹാവിങ് എ വെർട്ടിക്കൽ കമ്പോണന്റ് ആസ് വെൽ ആസ് എ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അത് രണ്ടിടത്തും കയറി വരും. ഓക്കെ, സോ എഫ് എക്സ് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എഫ് എക്സിൽ നമുക്ക് പി വരും, ഒരു ആർ എയുടെ കമ്പോണന്റും വരും. എഫ് വൈ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഡബ്ല്യു വരും, ആർ എയുടെ കമ്പോണന്റും വരും. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ നമ്മൾ നോക്കാം, പി നമുക്ക് അൺനോൺ ആണ്, ആർ എ നമുക്ക് അൺനോൺ ആണ്, ഡബ്ല്യു നമുക്ക് നോൺ ആണ്, ആർ എ നമുക്ക് അൺനോൺ ആണ്. അത് കാരണം എഫ് വൈ വെച്ച് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭകരം. ബിക്കോസ് ഫസ്റ്റ് പാർട്ടിന് നിങ്ങൾക്ക് ആർ എക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇഫ് യു ആർ കമ്മിങ് വിത്ത് ദാറ്റ് ആർ എ ടു എഫ് എക്സ് യു വിൽ ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ പി ഓൾസോ. സോ ഐ എം മൂവിംഗ് വിത്ത് സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. സോ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഫോർ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എനിക്ക് സിഗ്മ എഫ് വൈയിലെ കണ്ടീഷൻസ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. ആറിന്റെ ഈ ടേം, ആറിന്റെ വെർട്ടിക്കൽ ടേം തീറ്റ ഇവിടെ ചേർന്ന് നടക്കുന്ന ആംഗിൾ ആയതുകൊണ്ട് സോ ദിസ് വിൽ ബി cos theta. It will be moving upward, so it will be positive. So I will get r cos 60 minus w is equal to 0. W താഴോട്ടും ഇത് മുകളിലോട്ടും ആയതുകൊണ്ട്. Or I will get r is equal to, to solve ചെയ്താൽ I will get r as 2000 Newton. So with that I am going to my second case. Similarly, for sigma fx equal to 0. Sigma fx 0 ആണെന്ന കണ്ടീഷൻ ഞാൻ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ I know P ആണ് ഒരു അവൈലബിൾ ഫോഴ്സ്. I know P towards right hand positive. ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇങ്ങനെ ആയിരിക്കും, towards left അവിടെ നെഗറ്റീവ് ആയിരിക്കും. So P minus r sin 60 is equal to 0. RA, or I will get RA as I know as 2000. I will get P is equal to 1732 Newton. So this is how സെന്ററിൽ കൂടെ ആക്ട് ചെയ്യുവാണെങ്കിലുള്ള കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെർട്ടിക്കലി ടോപ്പ് വെർട്ടിക്കൽ റേഡിയസ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുവാണ്. അതായത് ഈ ഒരു ബ്ലോക്കിനെ
block ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ will be making P from here. Okay, then center ചെയ്യുന്നതിന് W താഴോട്ട് കാണും. ഇതിന്റെ റിയാക്ഷൻ ആ ഫോഴ്സിന്റെ ഇതിൽ തന്നെ ആയിരിക്കും അതിന്റെ റിയാക്ഷൻസ് നടക്കുന്നത്. So this will be your reaction. ഈ ഒരു കേസിൽ RA എന്ന് പറയുന്നത് ഇതായിരിക്കും, going towards here. Then P other weight acting through center. നിങ്ങൾക്ക് mathematical trigonometrical applications നടത്തുമ്പോൾ you can find this angle theta. ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെ ഒരു ആംഗിൾ കാണും ആൽഫ. ഇത് രണ്ടും നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി നിങ്ങൾക്ക് കണ്ടുപിടിച്ചെടുക്കാവുന്ന ആംഗിൾസ് ആണ്. So you will get alpha as 30 degree. നിങ്ങൾ തീറ്റ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ. ഓക്കെ, നൗ നമ്മൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ദെൻ നമ്മൾ ഈ ഫോഴ്സ് സിസ്റ്റത്തിനെ നിങ്ങൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ ഗെറ്റ് വൺ ഫോഴ്സ് ഹിയർ. ഈ ടോപ്പിലോട്ട് എല്ലാ ഫോഴ്സും കൺവേർജ് ചെയ്യുന്നതായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് വൺ ഫോഴ്സ് ഹിയർ, ദാറ്റ് മൈ ആർ പി ഇവിടുന്ന് ടുവേർഡ്സ് റൈറ്റ്. ഇതുണ്ടാക്കുന്ന ആംഗിൾ ഞാൻ പറഞ്ഞു 30. ദെൻ വെയിറ്റ് വെർട്ടിക്കലി ആക്ടിങ് ഡൗൺവേർഡ്സ്. So these are the forces available here. Then once you know it, as the system is in equilibrium, we know system is in equilibrium. We know sigma fx is equal to 0 and sigma fy is equal to 0. ഇവിടെയും നമുക്ക് സിഗ്മ സെയിം കണ്ടീഷൻ. നിങ്ങൾ സിഗ്മ എഫ് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇതിന്റെ ആറിന്റെ കമ്പോണന്റ് ആർ എയുടെ കമ്പോണന്റ് വരുന്നു, വെയിറ്റ് വരുന്നു. ഇതിന്റെ ഒരു കോസ്റ്റ് കമ്പോണന്റ് വരും, വെയിറ്റ് വരും. സോറി, സിഗ്മ എഫ് വൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറിന്റെ കോസ്റ്റ് കമ്പോണന്റും വെയിറ്റും. സിഗ്മ എഫ് എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി എന്നുള്ള ഫോഴ്സ് വരും, ദെൻ ആറിന്റെ സൈൻ കമ്പോണന്റ് വരും, ആറയുടെ സൈൻ കമ്പോണന്റ്. നമുക്ക് പി അൺനോൺ ആണ്, ആർ എ അൺനോൺ ആണ്, ആർ എ അൺനോൺ ആണ്, വെയിറ്റ് നോൺ ആണ്. സോ വി വിൽ മൂവ് വിത്ത് സിഗ്മ എഫ് വൈ. സോ ഫോർ സിഗ്മ എഫ് വൈ is equal to 0. If we analyze in that condition, we know r cos 30 minus w is equal to 0, or we can say like that r is equal to 1154.7 Newton. കാരണം നമുക്ക് ആർ കോസ് 30 ആയിരിക്കും അതിന്റെ ഈ കമ്പോണന്റ്, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു കോസ് എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിരിക്കത്തില്ല. ഇഫ് യുവർ ആംഗിൾ ഈസ് വിത്ത് വെർട്ടിക്കലുമായിട്ട് മേക്കുന്ന ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ കോസ് വിൽ ബി യുവർ വെർട്ടിക്കൽ കമ്പോണന്റ്. ദെൻ സിമിലർലി ഫോർ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിയുടെ ഫോഴ്സ് ഒരു കമ്പോണന്റ് ആയിരിക്കും, പി ടുവേർഡ്സ് റൈറ്റ് ആൻഡ് പി വിൽ ബി പോസിറ്റീവ്. പി ആൻഡ് ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. r sin 30, p minus r sin 30 equal to 0. അല്ലെന്നുണ്ടെങ്കിൽ p is equal to 577.35 Newton. 577.35 Newton. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനിൽ നിങ്ങൾക്ക് ആംഗിൾസ് എല്ലാം നോൺ ആണ്. അതായത് ഇവിടുത്തെ ആംഗിൾ നിങ്ങൾക്ക് അറിയാം. സോ ദിസ് ആംഗിൾ യു വിൽ ഗെറ്റ് ആ 60. അതായത് ഇത് 30 ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ 60. ദിസ് ഈസ് 90. ഈ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ 180 plus 30 210 ആയിരിക്കും. യു ക്യാൻ അപ്ലൈ ലാമിസ് തിയറം ആസ് വെൽ. Okay, that's all about part 2. We are winding up part 2. And part 2 നമ്മൾ ഡീൽ ചെയ്ത രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ വാസ് resultant of a force system or given force system and the resultant. Second case was the application of equilibrium conditions. So now we will move to part 3. Thank you.